രാഹുൽ ഈശ്വറിനെ പെടുത്തിയതാണ്. രാഹുൽ ഈശ്വറിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്ന കേരളത്തിലെ നല്ലൊരു ശതമാനം ജനങ്ങൾക്കും അറിയാം. സ്ത്രീകളുടെ വസ്ത്രധാരണമാണ്. ഹണി റോസിൻ്റെ കുറിച്ച് മാത്രം ഈ വിഷയം എടുത്തിട്ടതായിരിക്കും ഒരുപക്ഷെ പ്രശ്നമായിരിക്കുന്നത്. നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ ചർച്ച ഹണി റോസ് വാച്ച്, ഇപ്പോൾ ഇതാ കിടക്കുന്ന രാഹുൽ ഈശ്വരും പെട്ടുപോയി. രാഹുൽ ഈശ്വർ ഹണി റോസിനെതിരെയുള്ള കഴിഞ്ഞ 3 ദിവസങ്ങളായുള്ള ചാനൽ ചർച്ചകളിൽ ഹണി റോസിനെ വിമർശിച്ചു എന്നുള്ളതാണ് കേസിൻ്റെ ആധാരം. ഹണി റോസാണ് ഇപ്പോൾ വീണ്ടും കേസ് കൊടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ രാഹുൽ ഈശ്വർ ഉദ്ദേശിച്ചത് എന്ത് എന്നുള്ളത് കേരള സമൂഹം ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളത്തിലെ സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വസ്ത്രധാരണം എന്നുള്ളതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്തായാലും അതിപ്പോൾ തിരിഞ്ഞടിച്ചിരിക്കുകയാണ്. ചാനലിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ഒരു ഡിജിറ്റൽ എവിഡൻസാണ്. ആദ്യ ദിവസം തന്നെ മാതൃഭൂമിക്കാർ അന്നേരം സ്പോട്ടിൽ രാഹുൽ ഈശ്വറിനെ വിളിച്ചു. ഈ ചാനലുകാർ ഒരു സംശയം, ഈ ഹണി റോസിൻ്റെ വിഷയത്തിൽ ബോച്ചെ ചെയ്ത തെറ്റ്, അദ്ദേഹം ജയിലിലാണ്. അഡ്വക്കേറ്റ് രാമൻപിള്ള കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് ജാമ്യത്തിന്. ചൊവ്വാഴ്ച ചിലപ്പം എന്തായി തീരുന്നിടത്തിൽ ഇപ്പോൾ പുതിയ പഴയ ഈ സോഷ്യൽ മീഡിയയിലുള്ള കേസുകളെല്ലാം നോക്കിയിട്ട് അതിനെതിരെ കേസ് ചാർജ് ചെയ്യാനുള്ള പോലീസിൻ്റെ നീക്കമുണ്ട്. എന്തായാലും ശരി, ബോച്ചെ ചെയ്തത് കേരള സമൂഹം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ മകളാകാനും കൊച്ചുമക്കളാകാനും പ്രായമുള്ളവരുടെ പോലും ഈ രീതിയിലുള്ള ദ്വയാർത്ഥം പറയുന്നത്, ഈ പണത്തിന് മേലെ പരുന്ത് പറക്കില്ല എന്ന് പറയുന്നത് തിരുത്തി എഴുതുകയാണ്. പറക്കും. കാര്യം ഇവിടെ നിയമമുണ്ട്. ഇപ്പോൾ പുതിയ നിയമമെന്ന് പറയുന്നത് പഴയ IPC അല്ല, ഭാരതീയ ന്യായ സംഹിതയാണ്. BNS പ്രകാരം പുതിയ ഞാൻ മനസ്സിലാക്കിയത് ലൈംഗിക ആരോപണങ്ങൾ, അതുപോലെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, എന്തിന് ഇനി നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമ്മൾ പെടും. സൂക്ഷിച്ച് നോക്കുന്നതും പുതിയ വകുപ്പുകളാണ്. അതായത് 74 മുതലാന്ന് തോന്നുന്നു, 79 വകുപ്പ് വരെ ഈ ഭാരതീയ ന്യായ സംഹിത BNS പ്രകാരം കേസ് വരും. ഇത് ഒരു അടിമുടി ഈ നിയമത്തിലും മാറ്റം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഹണി റോസിൻ്റെ കേസ് ഒരു പക്ഷേ ബോച്ചയ്ക്ക് കൊടുത്ത ശിക്ഷ ബോച്ചയ്ക്കുള്ളതല്ല. കേരളത്തിലെ ഈ എന്തും വിളിച്ച് പറയുന്ന, കമൻ്റ് ഇടുന്ന കുറേ ആൾക്കാരുണ്ട്. യൂട്യൂബർമാർക്കെതിരെയും സമൂഹത്തിനെതിരെയും ലൈംഗിക ചുവയോട് അല്ലെങ്കിൽ ലൈംഗിക പരാമർശങ്ങൾ നടത്തുന്ന കമൻ്റ് ഇടുന്നവർക്കും ഇതേ രീതിയിൽ സോഷ്യൽ മീഡിയയുടെ പ്രചരിപ്പിക്കുന്ന യൂട്യൂബർമാർക്കും മറ്റ് ഫേസ്ബുക്കിലിടുന്നവർക്കും പോസ്റ്റ് ഇടുന്നവർക്കും ഇതിനകത്ത് ആണും പെണ്ണും ഒട്ടും മോശമല്ല. പെണ്ണുങ്ങളുടെ എത്രയോ ചാനലുകളിൽ പച്ചത്തേറി പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വക കാര്യങ്ങൾക്കൊക്കെ ഒരു തടയിടുന്ന പരിപാടിയാണ് ഹണി റോസ് ചെയ്തത്. ഹണി റോസിൻ്റെ നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്തത്. കാര്യം ഹണി റോസിൻ്റെ വിഷയമല്ല ഇത്, സ്ത്രീത്വത്തെ കേരളത്തിലെ പല രീതിയിൽ അപമാനിക്കുന്നവർക്കുള്ള, അതുപോലെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഈ അഹങ്കാരം കാണിക്കുന്നവർക്കുള്ള ഒരു താക്കീതാണ്, ഇവിടെ തുടക്കമാണ്. ഇനി എല്ലാവരും മാന്യമായ രീതിയിൽ കണ്ടൻറ്റുകൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കമൻ്റ് ഇടുന്നവർക്കും നമുക്കൊരു വിരോധം ഉണ്ടെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ എല്ലാം നമ്മൾ 100% ഒരു കാര്യം പറഞ്ഞാൽ അതിന് 2 സൈഡ് വരും. എതിർക്കുന്നവർ വരും, അനുകൂലിക്കുന്നവർ വരും. എതിർക്കുന്നവർക്ക് എന്തും പറയാം എന്നുള്ള ആ ഒരു കാര്യത്തിന് ഇതോടുകൂടി തടയിട്ടിരിക്കുകയാണ്. എന്തായാലും ശരി, ആ കേസ് അങ്ങനെ പോകുമ്പോൾ രാഹുൽ ഈശ്വറാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത്. രാഹുൽ ഈശ്വറിനെ പെടുത്തിയതാണ്. രാഹുൽ ഈശ്വറിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്ന കേരളത്തിലെ നല്ലൊരു ശതമാനം ജനങ്ങൾക്കും അറിയാം. സ്ത്രീകളുടെ വസ്ത്രധാരണമാണ്. ഹണി റോസിൻ്റെ കുറിച്ച് മാത്രം ഈ വിഷയം എടുത്തിട്ടതായിരിക്കും ഒരുപക്ഷെ പ്രശ്നമായിരിക്കുന്നത്. അത് മാതൃഭൂമി ആണ് ആദ്യത്തെ ദിവസം വിളിച്ച് പ്രശ്നം ഇയാളെ കൊണ്ട് പറയിപ്പിച്ചത്. ഹണി റോസിൻ്റെ വിഷയത്തിൽ മാതൃഭൂമിക്ക് ഹണി റോസിനോട് സപ്പോർട്ടാണെങ്കിൽ എന്തിന് ഒരു വിരോധം പറയുന്ന ഒരാളെ കൊണ്ട് പറയിപ്പിച്ചു? പിറ്റേ ദിവസം മലയാള മനോരമ അവർ അരങ്ങേറ്റെടുത്തു രാഹുൽ ഈശ്വറിനെ.
പുള്ളി ചാനലിലെല്ലാം കയറി ഇങ്ങനെ നിരങ്ങുന്നു പറഞ്ഞേ ഇവരുടെ ഉദ്ദേശശുദ്ധി എന്തെന്നും കൂടെ ഈ രാഹുൽ ഈശ്വരൻ എന്നല്ല ബാക്കിയുള്ളവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ മാത്രം വെച്ച് ഇവരെന്തുകൊണ്ടൊരു ചാനൽ ചർച്ച ചെയ്തില്ല? അപ്പോൾ ചാനലുകൾക്ക് ഒരു ചർച്ച വരുമ്പോൾ നല്ലതും വരണം, ചീത്തയും വേണം, അടി വേണം. ഈ അടി വന്നില്ലെങ്കിൽ, അത് എതിർപ്പ് വന്നില്ലെങ്കിൽ ചാനൽ ചർച്ച പൊളിയും എന്നുള്ള ചാനലിൻ്റെ കുതന്ത്രമാണ്. ഇതിനെതിരെ ഒരു നിയമം ആരും പറയുന്നുമില്ല, എടുക്കുന്നുമില്ല. രാഹുൽ ഈശ്വറിനെതിരെയല്ല, മാതൃഭൂമിക്കും മനോരമയ്ക്കും മറ്റ് ചാനലുകൾക്കും എതിരെയും ഈ പറയിപ്പിച്ചതിന് എന്തുകൊണ്ടവർ ടെലികാസ്റ്റ് ചെയ്യുന്നു ആ വിഷയങ്ങൾ പറയുന്നു. രാഹുൽ ഈശ്വറിൻ്റെ അടുത്ത് ഓരോ വിഷയങ്ങളും കുത്തി കുത്തി ചോദിച്ചാണ് ഇത്തരം പറയിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് സ്ത്രീകളോടുള്ള വസ്ത്രധാരണത്തെക്കുറിച്ചാണ്. അത് ഹണി റോസ് ആയിപ്പോയി എന്നുള്ളതാണ്. അത് കൂടിപ്പോയി, സത്യമാണ്. അത് 2-3 ദിവസം ഹണി റോസിന് അത് വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അത് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റും പറയാനില്ല. പക്ഷേ രാഹുൽ ഈശ്വർ ഉദ്ദേശിച്ചത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. കേരളത്തിലെ സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വസ്ത്രധാരണമാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ ഏതായാലും രാഹുൽ ഈശ്വർ പെട്ടിരിക്കുകയാണ്. ബോച്ചയുടെ കൂടെ പോകേണ്ട ഒരു ഗതി പുള്ളി വരുത്തി വെച്ച്. പുള്ളി അഡ്വക്കേറ്റാന്ന് പറയുന്നു. പുള്ളിക്കും കുറേ കാര്യങ്ങൾ ഈ നീതിന്യായങ്ങളും ഒക്കെ അറിയാവുന്ന ആളിനും മിതഭാഷണം ആയില്ലല്ലോ എന്നുള്ളതാണ് സംശയം. സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിച്ചു. ഇപ്പോൾ ബോച്ചയ്ക്കെതിരെ പഴയ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് പൊക്കി അയാളെ ഈ ചൊവ്വാഴ്ച ജാമ്യം കൊടുക്കാതിരിക്കാനുള്ള പോലീസ് അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും ശരി, ഇതിനകത്തിൽ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. ഇപ്പം മാപ്പർഹിക്കുന്നില്ല എന്ന് ഈ ഹണി റോസ് പറയുന്നു. മാപ്പർഹിക്കാൻ അദ്ദേഹം ചെയ്ത തെറ്റ് കോടതി വരട്ടെ. അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണല്ലോ. അപ്പോൾ അതിലും നമുക്ക് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അഡ്വക്കേറ്റാണ്, ഞാൻ തന്നെ വാദിക്കും. കുടുംബത്തിന് അങ്ങനെ വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് അത് കറക്റ്റാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. പക്ഷേ ഹണി റോസിനെ വിഷയമാക്കി പറഞ്ഞത് കൊണ്ടാണിപ്പോൾ പുള്ളിക്കാരൻ പെടുന്നത്. നിയമം അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണിപ്പം ഭാരതീയ ന്യായ സംഹിതയിലുള്ളത്. വകുപ്പുകൾ പെടുമ്പം ഇദ്ദേഹം ഇതൊന്നും പഠിക്കാതാണ് ചെയ്തതെന്നുള്ളതാണ് എൻ്റെ സംശയം. അദ്ദേഹം അത് പറയുന്നുണ്ട്. ആ ഹണി റോസിനെതിരെ ഈ മാതൃഭൂമിയും മനോരമയും ഉണ്ടാക്കി വെച്ച ഒരു വിനയാണ് രാഹുൽ ഈശ്വറിനെ ഈ കേസിലേക്ക് പെടുത്തുന്നതാണ് എൻ്റെ തോന്നൽ. നിങ്ങൾ പരിശോധിച്ച് ചാനലിലെ ഈ ചർച്ചയിൽ അറിയാം. അവർ ചോദിക്കുന്നു, ഹണി റോസിൻ്റെ അവകാശമല്ലേ അപ്പം ഈ വേണ്ടാത്തതും വേണ്ടതും എല്ലാം ചാനൽ ചർച്ചയെ കൊണ്ടുവന്ന അവതരണത്തിന് അവരെ എന്തുകൊണ്ട് ഇന്നത്തെ കേസിൽ പെടുത്തുന്നില്ലേ? അവരെന്തുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും എന്നുള്ളത് ആരും ചോദിക്കുന്നില്ല. മീഡിയയ്ക്കും ഇവരുടെ മറ്റു ആൾക്കാർക്കും അങ്ങ് ലൈസൻസ് ഇതിന് കൊടുത്തേക്കാണ്. അപ്പം ഇത് രാഹുൽ ഈശ്വറിനെതിരെയല്ല, മീഡിയയ്ക്കെതിരെ വേണം കേസ് പോകാൻ. സത്യമാണ്, ഈ മനുഷ്യൻ ഈ 2-3 ചാനലിൽ 2-3 ദിവസം കൊണ്ട് വന്നിരുന്ന് പറഞ്ഞതായിരിക്കും. പുള്ളി ഉദ്ദേശിക്കുന്ന ഹണി റോസിൻ്റെ വിഷയമല്ല, കേരളത്തിലെ പെൺകുട്ടികളുടെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചാണ്. വസ്ത്രധാരണം അവരവരുടെ അവകാശമാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ അവകാശം വിമർശിക്കുന്നവർക്കും ഉണ്ട്. അദ്ദേഹം ബോച്ചെ പറഞ്ഞ മാതിരിയുള്ള വൃത്തികേടുകളൊന്നും പറഞ്ഞിട്ടില്ല, ദ്വയാർത്ഥം പറഞ്ഞിട്ടില്ല. ഒരു ആളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു സമൂഹത്തിന് വേണ്ടിയാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ചെറിയൊരു മിസ്റ്റേക്ക് രാഹുലിന് പറ്റിയിട്ടുണ്ടെന്നുള്ളത് തർക്കമില്ല. അതാണിപ്പോൾ ഈ ഒരു രീതിയിലേക്ക് കേസുകൾ പോകുന്നത്. അത് ശരിയാ, ബോച്ചെ തെറ്റുകാരനാണെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞതാണ്. ഇപ്പം വാദി പ്രതിയാകുന്ന രീതി എന്തായാലും ശരി. ഇപ്പോൾ കേസ് വരുമ്പോൾ ഇത് ഹണി റോസിന് തന്നെ ഒരു പരിധിവരെ തിരിച്ച് വിനയാവുന്നുണ്ട്. കാര്യം റേച്ചൽ എന്ന പുതിയ ഫിലിമിൻ്റെ റിലീസ് വെച്ചത് മാറ്റി. കാര്യം തിയേറ്ററുകാരും പ്രൊഡ്യൂസറും ഒക്കെ പറയുന്നത് ഇപ്പം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം നിയമപരമായി ഒക്കെ സപ്പോർട്ടും കാര്യങ്ങളും മറ്റു കാര്യങ്ങൾ ഒക്കെ ഹണിയുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും പടം ഓടത്തില്ല. കാര്യം ഇതിന് കേരളത്തിലെ സമൂഹത്തിലെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരാണ്. ഇത് ഹണി റോസിനോട് സപ്പോർട്ട് ചെയ്യുന്ന എത്രയോ പേര് പുറത്ത് നിൽക്കുന്നു, രാഹുൽ ഈശ്വറിനോട് സപ്പോർട്ട് ചെയ്യുന്ന എത്രയോ പേര് ജനങ്ങൾ പുറത്തുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും പടം ഓടത്തില്ല. അതുപോലെ തന്നെ ഈ ഇനോഗ്രേഷൻ പരിപാടികളും ഒക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു. അതിനൊക്കെ ഒരു ഇടിവ് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ശരി, ഹണി റോസിനും ഈ കേസിലേക്കൊക്കെ പോയത് ഹണി റോസിന് ഒരു പരിധിവരെ വിനയാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പം ബോച്ചയ്ക്കെതിരെ കൊടുത്തപ്പോഴത്തേക്ക് ബോച്ച അകത്തായപ്പോഴത്തേക്ക് പുറകിൽ നിന്നുള്ള കുറേ സപ്പോർട്ടുകളും ഒക്കെയാണ്. ഇതിനകത്തിൽ കുറേ വേറെ വശങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ചേർന്നാണ്
ഇദ്ദേഹത്തിന് എതിരുള്ളവരൊക്കെ ആയിരിക്കും പറഞ്ഞത് കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ഏതായാലും കേസ് കൊടുപ്പിച്ചേക്കുന്നത്. ഇതിനകത്തിൽ എന്തായാലും ശരി മോഹൻലാലിനെയും പിടിച്ചിട്ടിട്ടുണ്ട്. ലാലേട്ടനും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടുന്നതുമില്ല, കമൻ്റൊന്നും പറയത്തുമില്ല. ലാലേട്ടൻ്റെ ഒരു മറുപടി കിട്ടും. വലിയ കാര്യമൊന്നുമില്ല ലാലേട്ടൻ്റെ വിഷയങ്ങളൊക്കെ. ലാലേട്ടനും മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ അതേ രീതിയിൽ മാന്യമായ സഭ്യമായ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ. അത് തമാശയ്ക്ക് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ദ്വയാർത്ഥമൊന്നും ഇവരൊന്നും പറയുന്നില്ല. പക്ഷേ സിനിമാ മേഖലയിലുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കുമെന്നൊക്കെ കരുതിയെങ്കിലും ഇന്ന് സിനിമാ മേഖലയിൽ നിന്നുമല്ല, സിനിമാ മേഖലയിലുമായിട്ട് ബന്ധപ്പെട്ടവരുടെ വെളിയിലുള്ള കാര്യങ്ങളും, കഴിഞ്ഞ ദിവസം സീരിയലുമായി ബന്ധപ്പെട്ട ഒരു പീഡന കേസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ നടുക്കുന്ന കേരളം നേരത്തെ ഒരു വലിയ ഇതുപോലൊരു കേസ് വന്നു. അതിനെയൊക്കെ മറികടന്നുള്ള റെക്കോർഡ് 64 പേരിലേക്ക് 20 അറസ്റ്റ് ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ് ഈ സമയം. എന്തായാലും ശരി, ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. അതുകൊണ്ട് കേരളത്തിൽ ഈ പീഡനങ്ങളും ഇതുപോലുള്ള ലൈംഗിക ചുവയുള്ള പ്രവർത്തനങ്ങളും നിർത്തിയേ മതിയോ. ഇതിനൊക്കെ ഒരു പരിധിവരെ ലഹരിയാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഈ പീഡനത്തിനെല്ലാം ഇന്ന് കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരിയും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളുമൊക്കെ കൺട്രോൾ ചെയ്യാൻ പുതിയ വകുപ്പുകളും പുതിയ നിയമങ്ങളുമൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ സഹായമാകുമെന്നതിൽ തർക്കമില്ല. എന്തായാലും ബോച്ചെ വിഷയത്തിൽ നമുക്ക് വരുന്ന ചൊവ്വാഴ്ച വരെ കാത്തിരിക്കണം അദ്ദേഹത്തിൻ്റെ അടുത്ത എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. രാഹുൽ ഈശ്വർ ഇപ്പോൾ ഹൈക്കോടതിയിൽ ജാമ്യം തേടിയിട്ടുണ്ട്. എന്തായാലും ശരി, ഇവർക്കെല്ലാം വ്യക്തമായ അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാട്. ബോച്ചയുടെ കാര്യത്തിൽ എന്തായാലും ശരി, നല്ലൊരു കാര്യമാണ് ഹണി റോസ് ചെയ്തത്. ഇത് കേരള സമൂഹത്തിൽ ഈ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കമൻ്റ് ഇട്ട് നിരങ്ങുന്ന കുറേ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അശ്ലീല തമ്പനേലുകൾ ഉപയോഗിക്കുക, അശ്ലീല ടൈറ്റിലുകൾ ഉപയോഗിക്കുക, ഇതൊക്കെ ഇതിൻ്റെ നിയമപരിധിയിൽ വരുമെന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇനിയും എങ്കിലും സോഷ്യൽ മീഡിയ കൃത്യമായി ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെ യൂസേജ് ശരിയായ രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു ധൈര്യം കൂടി കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.